everyone and welcome to my channel. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ വാഗമണ്ണിലൊരു സ്റ്റേ ഉണ്ടായിരുന്നു. ആ റിസോർട്ടിൻ്റെ കാഴ്ചകളും പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അവിടെ സമയം ചെലവഴിച്ചതും എന്നുമാണ്. ഈ വീഡിയോയ്ക്ക് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ആ റിസോർട്ടും അതിനകത്തെ ഉള്ളിലെ കാഴ്ചകളും പിന്നെ ചുറ്റുപാടുമാണ് കാണുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് ഞങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ ചിലവഴിച്ച ഈ റിസോർട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കിന് ആദ്യമായിട്ട് പറയേണ്ട അതിൻ്റെ ചുറ്റുപാടാണ്. അതിൻ്റെ ലാൻഡ്സ്കേപ്പാണ്. നല്ല മനോഹരമായ ഗ്രീനറിയാണ്. പിന്നെ പറയണ്ടല്ലോ, വാഗമൺ പോലെയുള്ള സ്ഥലമാണ്. അതിൻ്റെ ചുറ്റുപാടും മനോഹരമായ കാഴ്ചകളാണ്. ഈ റിസോർട്ടിന് ചുറ്റും ഫുൾ പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെയാണ്. സോ ദിസ് ഇസ് ഹെയിൽ വാഗമൺ. ഹെയിൽ വാഗമൺ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. നമ്മൾ ചെല്ലുമ്പം തന്നെ ഇങ്ങനെ ഒരു ഏരിയ ആണ് കാണുന്നത്. ഇരുവശത്തിലും ഇങ്ങനെ ചെടികളാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമുക്കിനി ഓരോ നമ്മളെടുത്ത ഓരോ റൂംസിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റൂം. ഇത് താഴെയായിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് റൂമാണ് കാണുന്നത്. സെക്കൻഡ് റൂം ഇനി നമ്മൾ നടന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നിടത്താണ്. ആ കാണുന്ന റൂമിൽ ഉള്ള ഒരു റൂമാണ് നമ്മുടെ സെക്കൻഡ് റൂം. ഈ റൂമിൻ്റെ ഒരു ഡിഫറൻസ് മറ്റേ റൂമിനേക്കാളും ഉള്ളത്, നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു ബാൽക്കണി ഉണ്ടെന്നാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ആ റൂം വെച്ച് നോക്കുമ്പോൾ സെയിം തന്നെയാണ്. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിലേക്ക് നമുക്കൊന്ന് പോകാം. ആ താഴേക്ക് നോക്കുമ്പം കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. രാത്രിയിൽ എങ്ങനെയാണ് ഈ റിസോർട്ടും അതിൻ്റെ ചുറ്റുപാടും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് റിസോർട്ടിൻ്റെ കാഴ്ചകളാണ്. ഇനി കുറച്ച് കാഴ്ചകൾ നമ്മൾ എങ്ങനെയാണ് അവിടെ സ്പെൻഡ് ചെയ്തെന്നുള്ളതാണ്. ഒരു 3 o'clock ഒക്കെ ആയപ്പോഴത്തേന് വൈകുന്നേരം നമ്മളവിടെ ചെന്നിരുന്നു. ആദ്യമേ നമ്മൾ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂളിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പം നമ്മൾ തണുത്ത് വിറച്ച് വന്നുകൊണ്ട് നമ്മളൊരു കോഫി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു, കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളിലേക്ക് കടന്നു. രണ്ടുപേരുടെ ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഡാൻസൊക്കെ ചെയ്ത് മടുത്തപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കോർട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പം അവരോട് പറഞ്ഞു എന്താണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു. കൊരങ്ങൻ എന്നാ കിഷിൻ്റെ കാണ്ടം കുറച്ച് ദംഷറാസൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ കൂടെയൊക്കെ നടന്നു. അപ്പം ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പിന്നെ ചിലവഴിച്ചത് ഊഞ്ഞാലിലാണ്. പല രീതിയിലുള്ള ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ ഊഞ്ഞാലിൽ ഇരുന്ന് ഇങ്ങനെ ആടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഉപ്പുമാവുമായിരുന്നു. അത് കഴിഞ്ഞൊരു 11 AM ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു ട്രിപ്പിൻ്റെ കാഴ്ചകൾ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.